അങ്ങനെ വിശ്വവിജയികളായ ഇന്ത്യൻ വനിതാ ടീമിന് അഭിനന്ദന പ്രവാഹമാണ് ഉള്ളത്. ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ഇന്നലെയാണ് ഇന്ത്യൻ വനിതാ ടീം ഏകദിന ലോകകപ്പ് ഉയർത്തിയത്. ടീം രാജ്യത്തിന് അഭിമാനം എന്നായിരുന്നു പ്രധാനമന്ത്രി അടക്കമുള്ളവർ നൽകിയ പ്രതികരണം. BCCI വലിയ തുക സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 50-ലേറെ കോടി രൂപ ടീം ഇന്ത്യക്ക് വേണ്ടി വനിതാ ടീം അംഗങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തിന്റെ ആ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു നിമിഷമാണ്. നമുക്ക് നോക്കാം നമ്മുടെ പെൺപുലികൾ എത്രത്തോളം ഇനി അഭിനന്ദന പ്രവാഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അവരുടെ ഭാവി, ഇന്ത്യൻ വനിതാ ടീമിന്റെ ഭാവി എങ്ങോട്ട് പോകുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ജ്യോതിഷ് മോഹൻ ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. ജ്യോതിഷ്, അങ്ങനെ നമ്മുടെ ആ പെൺപടയ്ക്ക് അർഹിക്കുന്നതിനും അപ്പുറത്തേക്ക് എത്രത്തോളം നമ്മൾ പുകഴ്ത്തിയാലും തീരത്തില്ല, അത്രമേൽ നമുക്ക് ഇന്ത്യക്ക് കിട്ടിയ ഒരു അഭിമാന നിമിഷമാണ്. ഏതൊക്കെ രീതിയിൽ കോണുകളിൽ നിന്നാണ് അവരെ സംബന്ധിച്ചുള്ള അഭിമാനകരമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നത്? ആദ്യം അതിലേക്ക് പോകാം. രാജ്യം മൊത്തം ഒന്നടങ്കം ഇന്ത്യൻ വനിതാ ടീമിനെ അഭിനന്ദിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലാണ്ടും തെരുവോരങ്ങളിലൊക്കെ ഇറങ്ങിയുള്ള ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ വിഷ്വൽസൊക്കെ നമ്മൾ ഇന്നലെ തൊട്ട് കാണുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഇന്നലെ കൊടുക്കുന്നുണ്ട് ഇന്നലെ തൊട്ട്. കാരണം അത്രയും സന്തോഷകരമായ ഒരു നിമിഷമാണ്. കാത്തിരുന്ന് നേടിയ ഒരു വിജയത്തിൻ്റെ ഒരു മധുരം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്. അത് ഇന്നലെ നമ്മൾ ആ സ്റ്റേഡിയത്തിൽ അത്രയും അവരുടെ ഒരു കഠിനാധ്വാനം ടീമിൻ്റെ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണം അവർ ആദ്യം മത്സരം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് മത്സരത്തിൽ എവിടെയോ പാളിച്ച പറ്റി ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താവുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് തിരിച്ചു വരികയാണ് ചെയ്തത്. അത്രയും ശക്തമായി തിരിച്ചു വന്ന് സെമി ഫൈനലിൽ ഓസ്ട്രേലിയ പോലൊരു വലിയ ടീമിനെ തകർത്ത് എറിഞ്ഞുകൊണ്ട് മാത്രമല്ല ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, നമ്മൾ പുരുഷ ടീം ഇങ്ങനെ നമ്മൾ കൂടുതൽ മത്സരങ്ങളൊക്കെ കാണുമ്പോൾ അവിടുത്തെ കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ടതാണ്. ടീമിന്റെ സ്പിരിറ്റ്, ഒത്തൊരുമ, കൂട്ടായ്മ, ഇതെല്ലാം ഓരോ ഘടകങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒത്തുചേർന്ന് ഒരു തരത്തിൽ നമുക്ക് അതിനെ വിമർശന വ്യക്തിയോടുകൂടി ചില കാര്യങ്ങളുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ടീം ഇന്ത്യ അത് പെർഫെക്റ്റ് ആണ്. അതെ, തീർച്ചയായിട്ടും അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഒരു ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഘടകങ്ങളും ഒരേപോലെ ടീമിലെ അംഗങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഉൾപ്പെടെ എല്ലാം കൃത്യമായി വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ടീമിന് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അത് ഇന്നലെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ ഈ ടൂർണമെന്റ് ത്രൂ ഔട്ട് നമുക്കത് കാണാൻ സാധിച്ചിരുന്നു. അത്രയ്ക്ക് ഒരു കൃത്യതയോടുകൂടി തന്നെ, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ, കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്ങിലോട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ഇന്ത്യൻ ടീം കളിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് വെച്ചൊരു ചില പരീക്ഷണങ്ങൾ ഇന്ത്യൻ ടീം നടത്തിയിരുന്നു. കുറേ വിമർശനങ്ങൾ, പരാജയം സംഭവിച്ച സമയത്തൊക്കെ കുറേ വിമർശനങ്ങളും അധിക്ഷേപങ്ങളൊക്കെ ഇവർ നേരിടേണ്ട ഒരു സ്ഥിതി വരെ ജമീമയോടൊക്കെ എത്രത്തോളം അധിക്ഷേപകരമായിട്ടുള്ള ചില ഹാൻഡിലുകൾ ഇപ്പോഴൊന്നും അല്ല, നേരത്തെ ഒക്കെ അറിയാം. കാരണം അപ്പോൾ ആ ജമീമയൊക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ ലോകത്തിലെ വനിതാ ക്രിക്കറ്റിന് വേണ്ടി നൽകുന്ന സംഭാവന ഇപ്പോൾ അവരേക്ക് ഓർത്ത് അഭിമാന നിമിഷത്തോട് കൈയടിക്കേണ്ട ഒരു നിമിഷമാണ്. വിമർശകർ പോലും കൈയടിക്കേണ്ട നിമിഷത്തിലാണ്. അത്രയ്ക്ക് ഒരു വലിയ നേട്ടം തന്നെയാണ് ഇന്ത്യയുടെ വനിതകൾ നേടിത്തന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടി ജ്യോതിഷ്, അതായത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചും വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചും എത്രത്തോളം ജനകീയമായി കൂടുതൽ ഇനി ഇത് പ്രത്യേകിച്ച് ഇതിന്റെ വ്യാവസായികമായൊരു ആംഗിൾ കൂടി ഉണ്ടല്ലോ. അതിന്റെ പരസ്യ വരുമാനം, പരസ്യ ദാതാക്കളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഒക്കെ ടീമിന്റെ സ്പോൺസർഷിപ്പ്, ഇതൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം കുറച്ചുകൂടി ജനകീയമാകും ഇനി വരും ദിവസം. തീർച്ചയായിട്ടും BCCI ഞാൻ അതിൽ BCCIയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്. കാരണം BCCI ഈ വനിതാ ക്രിക്കറ്റിനെ അത്രത്തോളം പ്രാധാന്യത്തിൽ തന്നെയാണ് BCCI കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം BCCIയുടെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യുന്നുണ്ട്. ഇല്ലാന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത്രയും തന്നെ അവർ ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യൻ വനിതാ ടീമിനെ അവർ അത്രത്തോളം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പൊതുമണ്ഡലത്തിൽ വനിതാ ക്രിക്കറ്റിനെ എന്തുമാത്രം സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്നുള്ളത് മറ്റൊരു കാരണമാണ്. കാരണം പുരുഷ ക്രിക്കറ്റിന്റെ അത്രയും ഒരു ഗ്ലാമർ ഇത്രയും നാള് അല്ലെങ്കിൽ അത്രയും ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വനിതാ ക്രിക്കറ്റ് ടീമിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത് അവരുടെ ഒരു പെർഫോമൻസ് വന്നു. ഇന്നലെയും കഴിഞ്ഞ സെമിയും പിന്നെ ഈ ഫൈനലിലും പെർഫോമൻസ് ആണ് കൂടുതൽ ആളുകളെ ഈ ആരാധകരെ ഈ സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് ഒരു വനിതാ ടീം, ഇത്രയും നല്ലൊരു വനിതാ ടീം, ഇത്രയും ചുണക്കുട്ടികളായിട്ടുള്ള ഒരു വനിതാ ടീം ഇന്ത്യക്ക് ഉണ്ടെന്ന് പുരുഷ ടീമിനോട് കടപിടിക്കുക അല്ലെങ്കിൽ അതിന് മേളിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു ടീം നമുക്കുണ്ടെന്നുള്ളത് തിരിച്ചറിവ് ഉണ്ടായി. അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇന്നലെ മത്സരം ഫൈനലിൽ കാണാൻ ടിക്കറ്റ് കിട്ടാണ്ട് അത്രയും തിരക്കുണ്ടായിരുന്നു DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നവി മുംബൈയിൽ. അത്രയും തിരക്കോട് കൂടിയിട്ട് ഒരു മത്സരം ഇന്ത്യൻ വനിതാ ടീം ഇന്ത്യയിൽ സ്വന്തം കാണികളുടെ മുന്നിൽ കളിച്ച് ജയിക്കാൻ സാധിച്ചാൽ 100% അവർക്ക് അഭിമാനിക്കാം. നല്ലൊരു ഭാവി തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള ഒരു ബൂസ്റ്റർ ഡോസ് ആണ് നമ്മുടെ വനിതാ ടീം അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഉയർത്തിയ വേൾഡ് കപ്പ് എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ പലതും മാറണം. പല രീതിയിൽ ഇനി വനിതാ ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുന്ന രീതിയിലേക്ക് ഇടപെടൽ BCCIയുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബിഗ് സല്യൂട്ട് നൽകുകയാണ് നമ്മുടെ പെൺപടയ്ക്ക്.